ഹലോ വെൽക്കം ബാക്ക് ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ തടി കുറയ്ക്കലും നടത്തമൊന്നും ഇപ്പോൾ ഏതായാലും നടക്കില്ല എന്നുള്ളത് മനസ്സിലായി. അപ്പോൾ ഇനി വേറെ എന്തെങ്കിലും വഴി കണ്ടെത്തണം. അപ്പോൾ ഇന്ന് ഏതായാലും നല്ലൊരു റെസിപ്പി ഉണ്ട് കേട്ടോ ഈ ഒരു വീഡിയോയിൽ. ലെമൺ ചിക്കൻ കോംബോ സാൻഡ്വിച്ച് റെസിപ്പിയാണ്. തടി കുറയ്ക്കലിൻ്റെ ഭാഗമായിട്ട് ചോറൊക്കെ ഒന്ന് കുറച്ചതാണ്. അപ്പം എല്ലാവരും വീഡിയോ മൊത്തത്തിൽ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത്. പിന്നെ നമ്മുടെ ഐഷസ് കിച്ചൺ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതാ ഇതുപോലെ കാണാം, ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ. അപ്പം വെയിറ്റ് കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഞാൻ മിക്കയും ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. എത്രത്തോളം പോകുന്നുള്ളത് അറിയില്ല. അപ്പം ഉച്ചത്തേക്കുള്ള ചോറൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യുവാണ്. അപ്പോൾ അതിന് പകരം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനെ ഉച്ചത്തേക്കും കഴിക്കുവാണ്. ചെറിയ ചെറിയ മാറ്റങ്ങൾ ചെറുതായിട്ടൊക്കെ കൊണ്ടുവരാൻ പറ്റുള്ളൂ. എന്തായാലും ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ വലിയ മാറ്റങ്ങളൊന്നും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പം ചോറ് കുറച്ചിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് തന്നെ ആക്കുവാണ്. ബ്രേക്ക്ഫാസ്റ്റ് ദോശയാണ്. അപ്പോൾ ദോശയുടെ കൂടെ ഇപ്പം ബീഫ് റോസ്റ്റ് ഉണ്ട്. അപ്പം പിന്നെ കുഴപ്പമില്ലല്ലോ, തൽക്കാലം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെ ചോറൊന്ന് കട്ട് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ മക്കൾക്ക് ഞാൻ ചോറ് ഇപ്പം കറിയൊന്നും ഇല്ലല്ലോ, ഇനിയിപ്പോൾ കറി അവർക്കായിട്ട് ഉണ്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇപ്പം ഞാൻ അവർക്ക് ഇഷ്ടമുള്ളൊരു സംഭവമാണ് ഇതുപോലെ പഴഞ്ചോറ് കഴിക്കുന്നത്. അപ്പം രണ്ടുപേർക്കും കുഴപ്പമില്ലാണ്ട് കഴിക്കുന്നുണ്ട്. അപ്പം ഞാൻ അവർക്ക് പഴഞ്ചോറ് ഇങ്ങനെ ആക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ ചോറും കറിയും അങ്ങനെ ഒരുപാട് സൈഡ് ഡിഷൊക്കെ കാണുമ്പോൾ നമുക്കും അറിയാണ്ട് കഴിച്ചു പോകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ തൽക്കാലം കറിയൊന്നും ആക്കിയിട്ടില്ല. പിന്നെ ഇത് വെയിറ്റ് ലോസ് റെസിപ്പീസ് ഒന്നല്ല ഞാനിപ്പോൾ ഷെയർ ചെയ്യുന്നത്. ഞങ്ങളുടെ ഭക്ഷണത്തിൽ കുറച്ചൊന്ന് കുറവ് വരുത്തി, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിപ്പോൾ ഞാനൊരു സാൻഡ്വിച്ചാണ് ഇപ്പോൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. അതും വെയിറ്റ് ലോസിനുള്ള സാൻഡ്വിച്ച് ഒന്നല്ല കേട്ടോ. അപ്പോൾ ഇത് ലെമൺ ചിക്കൻ കോംബോ സാൻഡ്വിച്ച് റെസിപ്പിയാണ്. അപ്പോൾ അതിനായിട്ട് ചിക്കന് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. ചിക്കന് കനം കുറച്ചിട്ട് വേണം കട്ട് ചെയ്യാൻ. നമ്മൾ കട്ടിയിൽ കട്ട് ചെയ്യരുത്. അപ്പോൾ ഇതുപോലെ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ കനം കുറച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ വലിയ പീസായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനിതാ ഇങ്ങനത്തെ പീസസാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. എല്ലാം ഇങ്ങനത്തെ പീസസ് അല്ല, എന്നാലും മാക്സിമം ഇതുപോലത്തെ പീസാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ചിക്കൻ്റെ എല്ലിൽ നിന്നാണ് ഈ ഒരു പീസസൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലൊക്കെ ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് സ്റ്റോക്ക് ആക്കാൻ പോവാണ്, ചിക്കൻ സ്റ്റോക്ക് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് 2 ഏലക്ക, കറാമ്പട്ട, പിന്നെ കറാമ്പട്ടയുടെ ഇല, ഇത് 3 കൂടി ഇട്ടിട്ട് ഉപ്പൊന്നും ചേർത്തില്ല, അങ്ങനെ കുറച്ചൊന്ന് തിളപ്പിച്ചെടുക്കുവാണ്. അപ്പോൾ ഞാനിപ്പോൾ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ഒന്ന് കുറുകിയിട്ട് ഒരു 1/2 കപ്പ് ആവുന്ന വരെ നമ്മൾ അത് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ അതവിടെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്യാം. ഈ ചിക്കൻ പീസസ് നന്നായിട്ട് കഴുകിയിട്ട് വെള്ളമൊക്കെ നന്നായിട്ട് ഡ്രെയിൻ ചെയ്തിട്ട് വേണം മാരിനേറ്റ് ചെയ്യാൻ. അതിലേക്ക് 1 ടേബിൾ സ്പൂണ് സോയ സോസ്, ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി, 1/2 ടീസ്പൂണ് ഗാർലിക് പൗഡർ, ഇത് 3 കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഗാർലിക് പൗഡർ ഇല്ലെങ്കിൽ കുഴപ്പമില്ല. കുരുമുളക് പൊടിയും സോയ സോസും അത് രണ്ടും മസ്റ്റാണ്. ഉപ്പ് ചേർക്കണം കേട്ടോ ഇതിലേക്ക്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഇതിലേക്ക് 1 മുട്ടയുടെ വെള്ള ചേർത്ത് കൊടുക്കുക. മുട്ടയുടെ മഞ്ഞ ചേർക്കേണ്ട, വെള്ള മാത്രം മതി. അത് ചേർത്തിട്ട് വീണ്ടും ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ എടുക്കുന്ന ചിക്കന് അനുസരിച്ച് വേണം നമ്മളിതൊക്കെ ചേർത്ത് കൊടുക്കാൻ കേട്ടോ. ചിലപ്പം കൂടുതൽ ചിക്കൻ ഉണ്ടെങ്കിൽ കൂടുതൽ നമ്മളിതൊക്കെ ചേർത്ത് കൊടുക്കേണ്ടി വരും. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് മൈദപ്പൊടിയും കോൺഫ്ലോറുമാണ്. ഇത് രണ്ടും ഒരേ അളവിലെടുക്കുക. 1 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ആണെങ്കിൽ 1 ടേബിൾ സ്പൂണ് കോൺഫ്ലോർ എടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 2 ടേബിൾ സ്പൂണ് മൈദപ്പൊടിയും 2 ടേബിൾ സ്പൂണ് കോൺഫ്ലോറുമാണ് എടുത്തിട്ടുള്ളത്. ഒരേ അളവിൽ വേണം രണ്ടും എടുക്കാൻ. രണ്ടും കൂടി ചേർത്തിട്ട് വീണ്ടും ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിത് ഉടനെ തന്നെ ഫ്രൈ ചെയ്യുവാണ്. ഇത് ഫ്രിഡ്ജിൽ കുറച്ച് നേരം എടുത്ത് വെക്കുന്നൊന്നുമില്ല. അങ്ങനെ നിങ്ങൾ ഫ്രിഡ്ജിൽ ഇങ്ങനെ കുഴച്ചിട്ട് എടുത്ത് വെക്കുവാണെങ്കിൽ നമ്മൾ ഫ്രൈ ആക്കാൻ നേരത്ത് കുറച്ചുകൂടെ കോൺഫ്ലോർ ചേർത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്യട്ടെ. കുറച്ച് മാത്രം ഒന്ന് കോൺഫ്ലോർ ചേർത്ത് കൊടുത്താൽ മതി, ഒന്ന് ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ സ്റ്റോക്ക് അവിടെ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ചിക്കൻ്റെ സ്റ്റോക്ക് നിങ്ങൾക്ക് അങ്ങനെ തയ്യാറാക്കാനില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് ചിക്കൻ മാഗി സ്റ്റോക്ക് ഉണ്ടല്ലോ വാങ്ങിക്കാൻ കിട്ടുന്നത്, അത് ചേർത്ത് കൊടുത്താൽ മതി. അത് കുറച്ച് വെള്ളത്തിലൊന്ന് കലക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഈ ലെമൺ ചിക്കൻ ആണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ചെറുനാരങ്ങയുടെ ഈ തോലൊന്ന് എടുക്കണം.
ഇതിന് ലെമൺ ജസ്റ്റ് എന്നാണ് പറയൽ. അപ്പോൾ അത് ഈ ഒരു ലെമൺ ചിക്കൻ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം നമ്മൾ ചേർക്കുന്നത്. അപ്പോൾ നമ്മളിതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് അതിൻ്റെ തൊലിൻ്റെ ആ വൈറ്റ് പാർട്ട് ഉണ്ടല്ലോ, വെള്ള കളറ്, അത് പെടാൻ പാടില്ല. അത് പെട്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കര കയ്പ്പ് രസം വരും. അപ്പോൾ അതുകൊണ്ട് അത് പെടാണ്ട് വേണ്ട നമ്മളിത് ഗ്രേറ്റ് ചെയ്തെടുക്കാൻ. പതുക്കെ വേണം കേട്ടോ, നല്ല ഹാർഡായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കരുത്. കുറച്ച് മാത്രം മതി, അതായത് ഇത്രയും മതി, ഒരുപാടൊന്നും വേണ്ട. പക്ഷേ ആ വെള്ള ഭാഗം പെടാൻ പാടില്ല കേട്ടോ. ഒരു യെല്ലോ കളർ മാത്രം നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുക്കാൻ പാടുള്ളൂ. ഇനി ഇതിലേക്ക് ഞാനൊരു 1/4 കപ്പിലും കുറച്ച് കുറവ് ചെറുനാരങ്ങയുടെ നീര് എടുക്കുന്നുണ്ട്. അപ്പോൾ ചെറിയ നാരങ്ങ ഉണ്ടല്ലോ, അതാണെങ്കിൽ ഇത്രയും വേണ്ടി വരില്ല കേട്ടോ. അതിപ്പോൾ വലിയ നാരങ്ങ ആയതുകൊണ്ട് അധികം പുളിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ചെറുനാരങ്ങയുടെ പുളിക്ക് അനുസരിച്ച് വേണം ഇതെടുക്കാൻ, അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ ഒരു വലിയ നാരങ്ങ മൊത്തം എടുത്തിട്ടുണ്ട്, ഇത്രയും ഈ ഒരു പുളി കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ചെറുനാരങ്ങ നല്ല പുളിയുള്ള ചെറുനാരങ്ങ ആണെങ്കിൽ അധികം എടുക്കണ്ട. അപ്പോൾ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്ക് നമുക്കത് എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം ഈ ചിക്കന്. നമ്മൾ ചിക്കൻ ചില്ലിയിലൊക്കെ നമ്മൾ ചിക്കൻ ഫ്രൈ ആക്കി എടുക്കുന്ന പോലെ അത്യാവശ്യം എണ്ണയിൽ വേണം ഇത് ഫ്രൈ ആക്കി എടുക്കാൻ. ഇതുപോലെ പാന് ചൂടാക്കിയിട്ട് ഞാൻ പരന്ന പാനിലാണിത് ഫ്രൈ ആക്കി എടുക്കുന്നത്. അപ്പോൾ ചൂടുള്ള എണ്ണയിലേക്ക് വേണം ഇട്ട് കൊടുക്കാൻ, എന്നാലേ നല്ല ക്രിസ്പായിട്ട് വരുള്ളൂ. അപ്പോൾ ഒരു വശം ഒന്ന് റെഡി ആയിട്ടുണ്ടെങ്കിൽ നമ്മളത് തിരിച്ചിട്ട് കൊടുക്കുക. പിന്നെ വല്ലാണ്ട് ക്രിസ്പാക്കി എടുക്കണ്ട. നമ്മൾ മുട്ടയുടെ വെള്ള ചേർക്കുന്നതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് ക്രിസ്പൊന്നും ആവില്ല, എന്നാലും നല്ല അകത്ത് നല്ല സോഫ്റ്റ് ആവും. പിന്നെ കോൺഫ്ലവർ ചേർത്തുകൊണ്ട് പുറമേ നല്ല ക്രിസ്പ് ആയിട്ടുണ്ടാവും. അപ്പോൾ അതവിടെ ഇരുന്നിട്ട് ഫ്രൈ ആവട്ടെ. നമുക്ക് ഇനി ലെമൺ സോസ് ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ലെമൺ ജസ്റ്റ്, അതുപോലെ ലെമൺ ജ്യൂസ്, ഇനി അതിലേക്ക് നമ്മൾ ഈ ചിക്കൻ്റെ സ്റ്റോക്ക് വാട്ടറും കൂടി ചേർത്ത് കൊടുക്കുക. അഥവാ നിങ്ങളടുത്ത് ഇതുപോലെ സ്റ്റോക്ക് വാട്ടർ നമ്മൾ വീട്ടിലുണ്ടാക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന മാഗി ചിക്കൻ സ്റ്റോക്ക് ഉണ്ടല്ലോ, അത് ഒന്ന് വെള്ളത്തിൽ കലക്കിയിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. അങ്ങനെ നിങ്ങൾ മാഗി ചിക്കൻ സ്റ്റോക്ക് ചേർക്കുകയാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കരുത് കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ നിറയെ അല്ലെങ്കിൽ ഒരു 2 ടീസ്പൂൺ നിറയെ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഞാൻ ഇതിലേക്ക് ഉപ്പ് ചേർക്കുന്നുണ്ട്. അഥവാ നിങ്ങൾ റെഡിമെയ്ഡ് ചിക്കൻ സ്റ്റോക്കാണ് വാങ്ങിക്കുന്നതെങ്കിൽ ഉപ്പ് ചേർക്കണ്ട കേട്ടോ. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇതിപ്പോൾ നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഉപ്പ് പുളി ഇതൊക്കെ പാകമായിരിക്കും, മധുരമൊക്കെ പാകമായിരിക്കും. ഇനി ഇതിലേക്കൊരു 1 ടേബിൾ സ്പൂണ്, ടീസ്പൂണല്ല ടേബിൾ സ്പൂണ് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുക. അപ്പോൾ കോൺഫ്ലോറും അധികം ആവരുത്, അധികമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചിക്കന് നന്നായി കിട്ടില്ല. അപ്പോൾ ഇതെല്ലാം കറക്റ്റ് അളവിൽ തന്നെ എടുക്കണം കേട്ടോ. അതും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പം എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇതിപ്പം ഉപ്പ്, പുളി, മധുരം ഇതൊക്കെ പാകമായിട്ട് വേണം, ഒരുപാടൊന്നും ആവരുത്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇപ്പോൾ നല്ലോണം ഫ്രൈ ആയിട്ടുണ്ട്, പുറമേ നല്ല ക്രിസ്പ് ആയിട്ടുണ്ടാവും, അകത്ത് നല്ല ജ്യൂസി ആയിട്ടുള്ള ചിക്കനാണ്. അപ്പം നമുക്കതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ലെമൺ സോസ് ഉണ്ടാക്കുമ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങൾ ഞാൻ പറയാം. ലെമൺ ജസ്റ്റ് എടുക്കുമ്പം വെള്ള ഭാഗം പെടാണ്ട് മഞ്ഞ ഭാഗം മാത്രം എടുക്കുക. അതുപോലെ തന്നെ ലെമൺ ജ്യൂസ് എടുക്കുമ്പം അതിൻ്റെ പുളിക്കനുസരിച്ച് വേണം നിങ്ങൾ എടുക്കാൻ. ഞാനിപ്പോൾ 1/4 കപ്പാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ചിക്കൻ്റെ സ്റ്റോക്ക് നമ്മളിതിലേക്ക് ചേർക്കുന്നത് റെഡിമെയ്ഡ് ആയിട്ട് ചിക്കൻ സ്റ്റോക്ക് വെള്ളത്തിൽ കലക്കിയതാണ് ചേർക്കുന്നതെങ്കിൽ പിന്നെ എക്സ്ട്രാ ഉപ്പ് ചേർത്ത് കൊടുക്കണ്ട. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ ഇത് സോസ് ഉണ്ടാക്കുമ്പോൾ. അപ്പം നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ലെമൺ ചിക്കൻ കോംബോൻ്റെ കൂടെ നമുക്ക് ഇതുപോലെ ഫ്രഞ്ച് ഫ്രൈസ് കിട്ടും, അതുപോലെ തന്നെ പെപ്സി ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഫ്രഞ്ച് ഫ്രൈസ് ഫ്രോസൺ ഉണ്ടായിരുന്നു, അപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുവാണ് ഈ എണ്ണയിൽ തന്നെ. അപ്പോൾ ഫ്രഞ്ച് ഫ്രൈസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഉച്ചത്തേക്ക് ഉണ്ടാക്കിയുള്ള ബീഫിൻ്റെ റോസ്റ്റ് കുറച്ച് ബാക്കിയുണ്ടായിരുന്നു, അപ്പോൾ അതൊന്നും ചൂടാക്കി എടുക്കുവാണ്. അപ്പോൾ ഇനി നമുക്ക് ലെമണിൻ്റെ സോസ് ഒന്ന് റെഡിയാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ പാനൊന്ന് ചൂടാക്കിയിട്ട് അതിലേക്കൊരു 1/2 ടീസ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരുപാടൊന്നും ഓയിൽ വേണ്ട, കുറച്ച് മാത്രം മതി. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ലെമൺ സോസ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിൽ കോൺഫ്ലോർ ചേർത്താണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കൈ വിടാണ്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ കട്ടിയായി പോവും. പിന്നെ കുറച്ച് മാത്രം കോൺഫ്ലോർ ചേർത്തുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, എന്നാലും കൈ വിടാണ്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. ഒരു 1-2 മിനിറ്റ് നമ്മൾ ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഒന്ന് കട്ടിയായിട്ട് വന്നാൽ ഇതിപ്പോൾ തിളയ്ക്കാൻ വരുന്നുണ്ട്. അപ്പോൾ ചെറുതായിട്ടൊന്ന് കട്ടിയായിട്ട് വന്നാൽ അപ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒന്ന് തിളയ്ക്കുന്നുണ്ട്,
അപ്പോൾ അതുപോലെ ഒന്ന് കട്ടിയായിട്ട് ഇങ്ങനെ ചെറുതായിട്ട് കട്ടിയായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കുക. അതിന് മുമ്പ് നമ്മൾ ഫ്ലെയിം ഒന്ന് നന്നായിട്ട് കൂട്ടി വെക്കണം. കാരണം ഇത് സോസ് കുറച്ച് അധികം ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് ഇത് വല്ലാണ്ട് സോഫ്റ്റ് ഒരു ഗ്രേവി പരുവല്ല നമുക്കിതിലേക്ക് വേണ്ടത്, നല്ല ഡ്രൈ ആയിട്ടാണ് വേണ്ടത്. അപ്പോൾ ഫ്ലെയിം നന്നായിട്ട് കൂട്ടി വെച്ചിട്ട് ഇത് ഡ്രൈ ആക്കി എടുക്കണം. പിന്നെ ഫ്ലെയിം നല്ലോണം കൂട്ടി വെച്ചിട്ട് നമ്മൾ ഇത് ഇളക്കി കൊടുക്കാണ്ട് പോകാനും പാടില്ല കേട്ടോ. കാരണം നമുക്ക് ഈ ചിക്കനിൽ നന്നായിട്ട് ഈ സോസ് നന്നായിട്ട് പിടിക്കുകയാണ് വേണ്ടത്. അപ്പം ഒന്ന് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക, എന്നാലേ നല്ലൊരു ടെക്സ്ചറിൽ വരുള്ളൂ. ഇപ്പോൾ ഇത് ഏകദേശം ഒന്ന് വറ്റി തുടങ്ങിയിട്ടുണ്ട്. ചിക്കനിൽ നന്നായിട്ട് ഈ ലെമൺ സോസൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്, പക്ഷെ ഒന്നുകൂടെ ഡ്രൈ ആവാണ്ട്. അപ്പോൾ ബീഫ് റെഡി ആയിട്ടുണ്ട്, ബീഫ് റോസ്റ്റ് ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ ആ ഒരു ടെക്സ്ചർ ഒന്ന് ചെറുതായിട്ടൊന്ന് വേറൊരു ടെക്സ്ചർ വന്നിട്ടുണ്ട്, ഒരു ഗ്രില്ലാക്കിയിട്ടുള്ള ഒരു ടെക്സ്ചർ വന്നിട്ടുണ്ട്. നല്ലോണം ലെമൺ സോസ് നല്ലോണം ഡ്രൈ ആയിട്ടും വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ ഒരു പരുവം മതി, വല്ലാണ്ട് ഡ്രൈ ആക്കി എടുക്കരുത്. അപ്പോൾ ഈ ഒരു ടെക്സ്ചറാണ് നമുക്ക് വേണ്ടത്. ഇത് സാൻഡ്വിച്ചിൻ്റെ കൂടെ അല്ലാണ്ട് നമുക്ക് ഫ്രൈഡ് റൈസിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ. അപ്പോൾ കുറച്ചൊരു ഗ്രേവിയോട് കൂടിയിട്ട് ഒരു സോസ് നമ്മൾ ചിക്കൻ ചില്ലീൻ്റെ ഒക്കെ ഒരു ഗ്രേവിയോട് കൂടിയിട്ട് ഉണ്ടാക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിപ്പോൾ സാൻഡ്വിച്ചിലേക്ക് ഇപ്പം ഈ ഒരു ഗ്രിൽഡ് ആയിട്ടുള്ള ഒരു ഡ്രൈ ആയിട്ടുള്ള ഒരു വേർഷനാണ് വേണ്ടത്. അപ്പോൾ ഞാൻ സാൻഡ്വിച്ച് ബണ്ണിൻ്റെ അകത്ത് ഇതുപോലെ ടൊമാറ്റോ സോസാണ് ആദ്യം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്പ്രെഡിങ്ങൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാൻ ടൊമാറ്റോ സോസ് ആദ്യം ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് പിന്നെ മയോണൈസാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ മയോണൈസ് നമ്മളൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ നമ്മളിതിനകത്ത് ഞാനൊരു കളർഫുൾ ആവാൻ വേണ്ടിയിട്ട് ലെറ്റൂസ് വെച്ച് കൊടുക്കുന്നുണ്ട്. നിർബന്ധമില്ല, ഇവിടെ മക്കൾക്കും ഇക്കാക്കൊക്കെ നല്ല ഇഷ്ടമാണ് ലെറ്റൂസ്, അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ലെറ്റൂസ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ലെറ്റൂസ് നിങ്ങൾക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു തണ്ട് കട്ട് ചെയ്തിട്ട് ലീഫ് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കാം. കുട്ടികൾ കഴിക്കുവാണെങ്കിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ചിലപ്പം ചില കുട്ടികൾക്ക് ലെറ്റൂസിൻ്റെ ഇതൊന്നും ഇഷ്ടമുണ്ടാവില്ല, അപ്പോൾ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് വേണം വെച്ച് കൊടുക്കാൻ. ഇനി അതിൻ്റെ മുകളിൽ നമ്മൾ ലെമൺ ചിക്കൻ വെച്ച് കൊടുക്കുക, പിന്നെ കുറച്ചുകൂടെ മയോണൈസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് അത് ക്ലോസ് ചെയ്യുക. ഇനി ഇത് നമുക്ക് ഇങ്ങനെയും സെർവ് ചെയ്യാം. പിന്നെ ഈ ബണ്ണൊന്ന് ചൂടാക്കി എടുക്കുമ്പോൾ ഒന്നുകൂടെ നല്ല ടേസ്റ്റാണ്, ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കുന്നത്. അപ്പം സാൻഡ്വിച്ച് മേക്കർ ഉണ്ടെങ്കിൽ അതിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഞാനിപ്പം ഗ്രിൽ പാനിലാണ് ഞാനിപ്പോൾ ഒന്ന് ചൂടാക്കി എടുക്കുന്നത്. ആ ഒരു ലൈൻസ് വരുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ, കഴിക്കാൻ തോന്നുന്നൊരു ഇത് വരും, ടെക്സ്ചറാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിൽ വെച്ചിട്ട് ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കുവാണ്. ഗ്രില്ലല്ല, ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുകയാണ്. ഗ്രിൽ പാനിൽ ഞാനൊന്നും സ്പ്രെഡ് ചെയ്യുന്നൊന്നുമില്ല. അപ്പോൾ രണ്ടാമത്തെ സാൻഡ്വിച്ചും റെഡിയാക്കുവാണ്. നേരത്തെ ചെയ്ത പോലെ തന്നെ ലെറ്റൂസ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ലെമൺ ചിക്കൻ വയ്ക്കുക, എന്നിട്ട് പിന്നെ കുറച്ച് മയോണൈസ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിതൊന്ന് ചൂടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് മാത്രം കേട്ടോ. നിങ്ങൾക്ക് ഓവനിൽ ചൂടാക്കി എടുക്കാം, അല്ലെങ്കിൽ സാധാ ഫ്രൈയിങ് പാനിൽ ചൂടാക്കി എടുക്കാം. ഞാനിപ്പോൾ ഇതൊന്ന് ചൂടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു ഗ്രിൽ പാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ചൂടാക്കുമ്പോൾ ഈ ഒരു ഗ്രിൽ പാനിൽ ചൂടാക്കുമ്പോൾ എന്താ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ലൈൻസ് ഉണ്ടാവില്ലേ, ഗ്രില്ല് ചെയ്തിട്ടുണ്ടാവുന്ന ലൈൻസ് അത് വരും. അപ്പോൾ അത് കാണുമ്പോൾ ഒരു ഭംഗിയാണ്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഒരു വശം ഒന്ന് ചെറുതായിട്ട് ചൂടായിട്ടുണ്ടാവും, അപ്പോൾ നമുക്കതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ലൈൻസ് വരും, അപ്പോൾ അത് കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്, അല്ലാതെ ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കാം. സ്പാറ്റിലോണ്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ താഴ്ഭാഗത്തും ഇതുപോലെ ആ ഒരു ലൈൻസ് വരും. അപ്പോൾ നമ്മുടെ സാൻഡ്വിച്ച് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ലെമൺ ചിക്കൻ കോംബോ സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. ഫ്രഞ്ച് ഫ്രൈസ് ഞാനൊരു ഡെക്കറേഷന് വേണ്ടി വെച്ചെന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ അകത്ത് സാൻഡ്വിച്ചിനകത്തും ഫ്രഞ്ച് ഫ്രൈസ് വെക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കിടിലൻ രുചിയിലുള്ള സാൻഡ്വിച്ച്, ലെമൺ ചിക്കൻ കോംബോ സാൻഡ്വിച്ച്. അപ്പോൾ സാൻഡ്വിച്ചുകളൊക്കെ ഇഷ്ടമുള്ളവരായിരിക്കും നമ്മളെല്ലാവരും, കൂടുതൽ പേരും സാൻഡ്വിച്ചുകൾ ഇഷ്ടമുള്ളവരായിരിക്കും. അപ്പോൾ ഇതുപോലെ ഒരൊറ്റ സാൻഡ്വിച്ച് മതി ഡിന്നറിന്.
അപ്പോൾ ലെമൺ ചിക്കന് നിങ്ങൾക്ക് സാൻഡ്വിച്ച് അല്ലാണ്ടെയും ഫ്രൈഡ് റൈസിൻ്റെ കൂടെയൊക്കെ സെർവ് ചെയ്യാൻ പറ്റും കേട്ടോ. നല്ല ടേസ്റ്റാണ്. അത് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിക്കാം എങ്ങനെയാണ് നമ്മൾ ചിക്കൻ ചില്ലിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ ലെമൺ ചിക്കൻ ഗ്രേവിയൊക്കെ ഉണ്ടാക്കുന്നതെന്ന് കാണിക്കാം. അപ്പോൾ സോസുകളൊന്നും അധികം ആവശ്യമില്ല നമ്മുടെ ലെമൺ ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ടൊമാറ്റോ സോസും അല്ലെങ്കിൽ വേറെ സോസുകളൊന്നും ചേർത്തിട്ടില്ല. ലെമൺ ജ്യൂസും ലെമൺ ജസ്റ്റും ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് ലെമൺ സോസാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസിയാണ്, നല്ല കിടിലൻ ടേസ്റ്റ് ആട്ടോ, നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. അപ്പോൾ സാൻഡ്വിച്ചൊക്കെ ഉണ്ടാക്കിയത് വൈകിട്ടാണ്. അപ്പോൾ റോസു ക്ലാസ്സൊക്കെ കഴിഞ്ഞ് അവളുടെ കളിയൊക്കെ കഴിഞ്ഞ ശേഷം ഒന്ന് കിടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കിടന്ന് എണീറ്റിട്ടാണ് ഇപ്പോൾ ഈ ഒരു ഇത് കഴിക്കുന്നത്. അപ്പോൾ വീഡിയോ എടുക്കാനാണെന്ന് പറഞ്ഞപ്പോൾ വേഗം എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവൾ. അപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ ഭയങ്കര താല്പര്യമാണ്. കാരണം നമ്മുടെ വ്യൂവേഴ്സിൻ്റെ എല്ലാവരുടെയും കമൻസൊക്കെ ഞാൻ അവൾക്ക് വായിച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റാണ് വീഡിയോ എടുക്കാനൊക്കെ. ഈ ലെറ്റൂസ് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ റീനും റോസിനൊക്കെ. അപ്പോൾ അവർ ചിക്കനും ഇതെല്ലാം കൂടി ലെറ്റൂസിൻ്റെ അകത്ത് വെച്ചിട്ട് അങ്ങനെയും കഴിക്കും. അത്രയും ഇഷ്ടമാണ് അവർക്ക്. പിന്നെ ഞാൻ ഇന്നലെ നമ്മുടെ യൂട്യൂബ് കമ്മ്യൂണിറ്റിയിലൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു ഫോട്ടോ വെച്ചിട്ടുള്ളൊരു പോസ്റ്റ്. എൻ്റെ ചെറുപ്പത്തിലെ ഫോട്ടോ ആയിരുന്നു. അപ്പോൾ അത് എനിക്ക് അപ്രതീക്ഷിതമായിട്ട് കിട്ടിയപ്പോൾ ഞാനൊന്ന് ഷെയർ ചെയ്തെന്നുള്ളൂ. അപ്പോൾ ഇതാണ് ആ ഒരു ഫോട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ ഏതാണെന്നായിരുന്നു ഞാൻ അതിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു പോസ്റ്റിൽ. അപ്പോൾ ഇതാണ് ആ ഒരു പോസ്റ്റ് കേട്ടോ. അപ്പം ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 1600 പേര് കമൻസും പിന്നെ 2400 പേര് ലൈക്കും അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇനി ആ ഒരു ഫോട്ടോയിൽ ഇനിയിപ്പോൾ ഞാൻ ഏതാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ ആകാംക്ഷ ഉണ്ടാവും. ഇന്നത്തെ വീഡിയോയിൽ കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് കമൻസിൽ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. എന്നെ ആ നടുവിലുള്ളതാണ് ഞാൻ കേട്ടോ. ഇവിടെ മക്കൾക്കും എന്നെ കണ്ടിട്ട് മനസ്സിലായിട്ടില്ല ഏതാണെന്നുള്ളത് ചോദിക്കുന്നുണ്ടായിരുന്നു എന്നോട്. നല്ല രസമുണ്ട്. വേണ്ട റൂയി ബേബി ഉറങ്ങാണ്. രസം നല്ല ഭംഗിയുണ്ട് അത് ഇട്ടിട്ട്. റോസു അവിടെ ഫാഷൻ ഷോക്ക് ഒന്നുമല്ല പോണത്. അത് ചെവിയിലേക്ക് ഹെഡ്ഫോണിൽ കേട്ടാൽ മതി. റോസു റൂയി ഉറങ്ങും. ശരിക്കും പറയാണ്. ആ വീഡിയോ എടുക്കുന്നുണ്ട്. അത് നീ വെക്ക്, ചെവിയിലേക്ക് അങ്ങനെ വെച്ചാൽ മതി. പുറത്തേക്ക് ഓഫ് ചെയ്യ്. ഓൺലൈൻ ക്ലാസ്സിൽ 5 മിനിറ്റ് ബ്രേക്ക് ഉണ്ടാകുമ്പോൾ റോസുവിൻ്റെ കളികൾ അതൊക്കെ. ബ്രേക്ക് ഇപ്പോൾ എങ്ങനെയാണ്? റോസുവിൻ്റെ ക്യാമറ കേട് വരും. അപ്പം ഇന്നത്തെ വീഡിയോയും എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോയുമായിട്ടോ വ്ളോഗുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ. താങ്ക് യു.